അസ്സലാമു അലൈക്കും. അഫ്സൽ ബാബു ആണ്, അൽനൂർ ട്രാവൽസ് ജിദ്ദിന്ന്. പല ആളുകളും വിളിച്ചിട്ട് സൗദി എയർലൈൻസിൻ്റെ കോഴിക്കോട്ടിലെ ഷെഡ്യൂൾ ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് കാരണം ചില സൈറ്റുകളിൽ ചില പേജുകളിലൊക്കെ സൗദി എയർലൈൻസിൻ്റെ ഷെഡ്യൂൾ ആയിട്ടുണ്ട് കോഴിക്കോട്ടേക്ക് എന്നുള്ള പോസ്റ്റുകളാണ് കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ചില അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് വിട്ടിരുന്നത്. ഈ സൗദി എയർലൈൻസിൻ്റെ ഷെഡ്യൂൾ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഏജൻസിയിൽ വിളിച്ചിട്ടോ നമുക്ക് വിളിച്ചിട്ടോ ചോദിക്കേണ്ട കാര്യം നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ സൗദി എയർലൈൻസിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആപ്പിൽ കയറിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു വഴി ജസ്റ്റ് ഒന്ന് നമ്മൾ ട്രൈ ചെയ്താൽ മതി. എന്നാൽ വളരെ ഈസി ആയിട്ട് നമ്മൾ മറ്റുള്ളവരെ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ ഈ പറയുന്നത് പോലെ. ഒന്നുകിൽ നമ്മൾ സൗദി എയർലൈൻസിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അത് നമ്മൾ എവിടേക്കാണോ നമ്മൾ സാധാരണ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കാണിച്ചു തരാം. അതായത് നമ്മൾ ജിദ്ദ അതിൽ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്രം എന്നുള്ള ജിദ്ദ കൊടുക്കുക. ശേഷം ഞാനിപ്പോൾ കൈറോൾക്ക് എടുക്കുകയാണ്. കൈറോൾക്ക് ആൾറെഡി ഷെഡ്യൂൾ ഉള്ളതാണല്ലോ. ആ കൈറോക്ക് എടുത്തിട്ട് നമ്മൾ വൺ വേ ആക്കി മാറ്റുക. സെർച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വൺ വേ ആക്കി മാറ്റുക. ശേഷം നമ്മൾ ഡിപ്പാർച്ചർ ഡേറ്റ് ഏതാണോ അത് കൊടുക്കുക. ഡിപ്പാർച്ചർ ഡേറ്റ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഡിപ്പാർച്ചർ ഡേറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്താൽ തന്നെ ഓരോ ഡേറ്റിൻ്റെ അടിയിലും സൗദി എയർലൈൻസിൻ്റെ ഫെയർ, അവർ നൽകുന്ന ഏറ്റവും ലോവസ്റ്റ് ഫെയർ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ കൈറോക്ക് സെലക്ട് ചെയ്തപ്പോൾ ഓരോ ഡേറ്റിൻ്റെയും അടിയിൽ നമ്മൾ ആ കുറഞ്ഞ ഫെയർ അവർ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ അതേസമയം കാലിക്കറ്റ് എന്നാണ്, ജിദ്ദ ടു കാലിക്കറ്റാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ജിദ്ദ കാലിക്കറ്റ് എന്നുള്ളതിന് കാലിക്കറ്റ് അടിച്ചാൽ കിട്ടില്ല കേട്ടോ. CCJ അല്ലെങ്കിൽ കോഴിക്കോട് എന്ന് അടിച്ചാലേ വരുള്ളൂ. ഓക്കെ, കാലിക്കറ്റ് എന്നല്ല കോഴിക്കോടാണ് കൊടുത്തുള്ളത്. ശേഷം നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ ഒക്ടോബറിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. നമ്മൾ ഒക്ടോബറോ നവംബറോ ഡിസംബറോ ഒക്കെ ആ ഡേറ്റിൽ നമ്മൾ ആ ഒരു മാസം നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനടിയിൽ ഒരു ലോവർ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ഫെയർ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതായത് ഇതുവരെ അവർ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഷെഡ്യൂൾ അപ്ലോഡ് ആയിട്ടില്ല. എന്തായാലും ഷെഡ്യൂൾ അവർ തീരുമാനിച്ചിട്ടുണ്ടോ ഇതുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഏതായാലും സിസ്റ്റത്തിലൊന്നും ഈ ഷെഡ്യൂൾ കാലിക്കറ്റിലേക്കുള്ളത് വന്നിട്ടില്ല. നമുക്കത് വന്നിക്കണോ എന്നുള്ളത് സെർച്ച് ചെയ്യാൻ ഏറ്റവും നല്ലത് മറ്റുള്ള ആരെയും ആശ്രയിക്കേണ്ട ഈ ആപ്പ് ഉപയോഗിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.